ഞാൻ ഞാൻ എന്താണ് ബിഗ് ബോസിൽ ഓണാക്കി പറഞ്ഞ ബിഗ് ബോസിൽ ഓണാക്കി പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താ അറിയോ, ഹെൽത്ത് നോക്കണം. കാരണം എനിക്കറിയോളെ അന്ന് ഡാൻസ് കളിച്ച് നടുന്നല്ലി വീണ് ഡിസ്ക് പോയതാണ്. പിന്നെ ഡാൻസിന്റെ ഇടയിൽ റീൽ തന്നെ ഫേമസ് ആയില്ല, മുട്ടും തെറ്റി ചരട്ടിയും തെറ്റി. ഞാൻ പറഞ്ഞു ഒറ്റ ഒരു കാര്യം പറഞ്ഞല്ലോ, നീ എന്ത് തേങ്ങ വേണമെങ്കിൽ കാണിച്ചോ, ശരീരം നോക്കി കളിക്കുക. ശരീരം നോക്കിയിട്ട് അധികം ഇൻപുട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ബാക്ക് ഓഫ് ചെയ്യും. അതേപോലെ തന്നെ സ്ട്രക്ചറിൽ കൊടുന്ന് നമ്മള് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറ്റി കൊണ്ട് ഒരു ഇരുത്തിണ്ട്. ആ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആക്ച്വലി നല്ല ഗെയിമറാണ്, എനിക്കറിയുന്നു. ടോപ്പ് 5 എത്തുന്നത് എന്താണെന്ന് ജയിക്കാൻ പറ്റിയത്. ആക്ച്വലി എനിക്ക് സിബിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ഇവള്, സിബിൻ, അഭിഷേക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നല്ല ബിഗ് ബോസ് മെറ്റീരിയൽ ആണ്. പക്ഷെ അവൻ ഭയങ്കര സൈലന്റ് ആയി പോയി. അപ്പൊ ഇവരായിരുന്നു എന്റെ വർത്തമാനത്തിനൊന്നും ഇവിടെ വിലയില്ലേ? ഞാൻ അവിടെ സംസാരിക്കണ്ട് ഇടയ്ക്ക്, മൈൻഡ് ചെയ്യണം. ഞാൻ മൈൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ മറന്നുപോയി. ഇന്റർവ്യൂ ആണ്. എനിക്കുണ്ട് ഇവിടെ സംസാരിക്കാനായിട്ട്. ഈ പൂജ ഭയങ്കര ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് എന്ന് പറയുന്നുണ്ട്. അഖില ആയാലും ആ നെക്സ്റ്റ് സീസൺ പോണെന്നുണ്ട്. ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആക്ച്വലി എന്താണ് ഈ ബിബി മെറ്റീരിയൽ എന്നുള്ളൊരു പദം കൊണ്ട് ഞാൻ ചോദിച്ചില്ല. സിൽക്ക് കിട്ടുന്നുണ്ട്, കോട്ട കിട്ടുന്നുണ്ട്, പോളിസ്റ്റർ കിട്ടുന്നുണ്ട്, ബിബി മെറ്റീരിയൽ നമുക്ക് എല്ലാം കൂടിയ ഒരാൾ വേണ്ട കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ. ബിഗ് ബോസും ആക്ച്വലി കാസ്റ്റിംഗ് പീപ്പിൾ ടു ഇറ്റ്. അപ്പൊ അവര് കാസ്റ്റ് ചെയ്യുമ്പോൾ അവര് നോക്കണം എന്താ, ലൈക്ക് ഇവള് പറഞ്ഞ പോലെ തന്നെ അവർക്ക് സ്റ്റോറി ബിൽഡപ്പ് ചെയ്യണം, അതിൽ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരണം. അപ്പൊ ഈ ക്യാരക്ടർ എന്തിനും പ്ലേസ് ചെയ്യാനാണ്. ഇവളെ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു ഫാമിലി പാക്കേജ് ആണ് ആക്ച്വലി ബിഗ് ബോസ്. അത് കാണുമ്പോഴും തോന്നുന്നുണ്ട് ഫാമിലി പാക്കേജ് ആണ്, എല്ലാം ഉണ്ട്. സോ ബിഗ് ബോസിനെ അവർ ചിന്തിക്കേണ്ട കാര്യം ഇവളെ കയറ്റാം. വൈൽഡ് കാർഡ് ഇടാം, വൈൽഡ് കാർഡ് ഇട്ടാൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. സത്യം പറ, ഇവൻ എന്നെ കയറ്റിയ പോലെ ഉണ്ട് അവസാനം, ഇവൻ കയറ്റിയ പോലെ പറയേണ്ടത് അല്ല. ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് മിണ്ടാണ്ട് ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ആളാവരുത്. നമ്മള് എല്ലാ കാര്യത്തിലും ഇടപെടണം. അവർക്ക് വേണ്ട തമാശ, കാരണം അവിടെ ടാസ്ക് വരുന്നുണ്ടാവും. ആ ടാസ്കിൽ നമ്മൾ നമ്മുടെ ടാലന്റ് ഷോക്കേസ് ചെയ്യേണ്ടി വരും. ഫൺ ടാസ്കുകൾ ഉണ്ടാവും. ഫൺ ടാസ്കുകളിൽ നമ്മൾ നമ്മുടെ നമുക്ക് മിണ്ടാണ്ടിരിക്കുന്ന ആളാണെങ്കിലും ഉള്ളിൽ ഇല്ലാത്തൊരു കഴിവോടെ പുറത്ത് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ എല്ലാ തരത്തിലും സംസാരിക്കാനാണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും മെന്റലി ആണെങ്കിലും മൊത്തത്തിൽ നമ്മള് എല്ലാം കൂടി അടങ്ങുന്ന ഒരു സാധനമാണ് ബിഗ് ബോസ്. അതെ, അപ്പൊ പിന്നെ ഫാമിലി പാക്ക് എന്ന് പറയാൻ പറ്റില്ല അല്ലെ, ഫിസിക്കലി പോയി. അതുകൊണ്ടാ ഫാമിലി പാക്ക് ആയത്. ഞാൻ പറഞ്ഞു, അങ്ങനത്തെ ടാസ്ക് വരെയാണെങ്കിൽ ചെയ്യണ്ട, വിട്ടേക്ക്. അങ്ങനെ പണിഷ്മെന്റ് കൂടി ജയിലിൽ കിടന്നോ, സീനില്ല. ജയിലിൽ കിടക്കണതാണ് ഏറ്റവും വലിയ ടാസ്ക്. സീനുള്ള ആളാ ജയിലിൽ പോയി കഴിഞ്ഞാൽ ജയിലിൽ നിരപ്പ് പോലും അല്ലേ, കടക്കാൻ പറ്റില്ല അവിടെ. അല്ല ആക്ച്വലി ഇവിടെ കരയണ പ്രമോ വന്നപ്പോ എന്താ തോന്നിയേ? സത്യത്തിൽ നമ്മൾ നേരത്തെ വിളിച്ചറിയിക്കല്ലോ, ഫാമിലി മെമ്പേഴ്സ് ആയ കാരണം തലേ ദിവസം നമ്മൾ വിളിച്ചറിയിച്ചായിരുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഞാൻ വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഡിസ്കിന് ഇഷ്യൂ ഉണ്ടെന്ന് എനിക്കറിയാം. ഓവറായിട്ട് ഇവിടെ എണീറ്റ് നടക്ക്, നിങ്ങൾ ആങ്കർ ആണല്ലോ. അപ്പോൾ ഔട്ട്ഡോർ ഇന്റർവ്യൂ ഒക്കെ വരുമ്പോൾ കുറെ നടന്ന് ഈ നൈറ്റ് വരെ ഷൂട്ട് ഉണ്ടാകുമ്പോൾ ഇവിടെ വന്നിട്ട് ഞാനല്ലേ നോക്കണേ. അപ്പൊ മൊത്തത്തിൽ ഇവള് നടു പോയി കിടക്കായിരിക്കും. അപ്പൊ ഞാൻ ആ ലെവലിൽ എടുത്തുള്ളൂ. പിന്നീട് നമുക്ക് പ്രോമോ, നമ്മള് ഹോട്ട്സ്റ്റാറിലല്ലേ കാണുന്നത്, ചാനലിലാണല്ലോ പിറ്റേ ദിവസം പ്രോമോ ആദ്യം കാണിക്കുക. നമ്മള് കണ്ടിട്ടുള്ള പ്രോമോ ഇതുവരെ. പ്രോമോ നമ്മുടെ ഫ്രണ്ട്സ് അയച്ചു തരുമ്പോഴാണ് അതിന് സീരിയസ്നെസ് മനസ്സിലായത്. ആക്ച്വലി സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്ന കരച്ചിലൊക്കെ കേട്ടപ്പോ കയ്യിന്ന് പോയി. അപ്പൊ നമ്മളൊന്നുമില്ല, പിറ്റേ ദിവസം എങ്ങനെയും അവിടെ എത്തുക, ഫാസ്റ്റ് ആയിട്ട് എത്തുക എന്നുള്ള ഒറ്റ കൺസേൺ മാത്രമല്ലോ. ഞാനും പൂജയുടെ അമ്മയും കൂടിയിട്ടാണ് ഫ്ലൈറ്റ് വിളിച്ച് പിന്നെ അപ്പൊ അവിടെ എത്തിയപ്പോ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ഓക്കെ ബെറ്റർ ആയി. വേറെ സീനൊന്നുമില്ല, ബെഡ് റെസ്റ്റ് വേണം. അപ്പൊ എനിക്ക് ആക്ച്വലി തിരിച്ച് ഗെയിമിൽ കയറുന്ന ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഹെൽത്ത് ആണ് ഫസ്റ്റ് കൺസേൺ. ഹെൽത്ത് കഴിഞ്ഞിട്ടേ വേറെ എന്തും ഉള്ളൂ. ഒബ്വിയസ്ലി ഇപ്പോഴത്തെ ടാസ്കുകളൊക്കെ ഉണ്ടല്ലേ, ഇവളൊക്കെ പോയി ഡിസ്ക് അല്ല വേറെ എന്തെങ്കിലുമൊക്കെ തെറ്റും. അപ്പോ എന്തുകൊണ്ട് നന്നായി തന്നെ ഞാൻ പറയും. കാരണം 2 ആഴ്ചത്തോളം നിന്നിടത്തോളം അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഫുള്ളി സാറ്റിസ്ഫൈഡ്. ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി. ആൾക്കാർക്ക് റിയൽ ക്യാരക്ടർ വളരെ നല്ല കാര്യം ഇനി വരട്ടെ. അപ്പോ നല്ല നല്ല കാര്യങ്ങൾക്ക് ആൾക്കാർക്ക് മനസ്സിലായി. എനിക്കറിയായിരുന്നു ഇവളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ ആൾക്കാരുടെ വിചാരം ഇവള് മറ്റേ പൊട്ടത്തിയാണ്, ചിരിക്കുടുക്കിയാണെന്നൊക്കെയാണ്. റിയൽ സ്വഭാവം എന്താന്ന് ആൾക്കാർ അറിയുമ്പോൾ ഒരു പോസിറ്റീവ്നെസ് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. അത് അതേപോലെ തന്നെ വന്നു. ഐ ആം വെരി ഹാപ്പി ഫോർ ഹർ.